കെപിസിസി യോഗത്തിൽ വി.എം. സുധീരനെതിരെ രൂക്ഷ വിമർശനം. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സുധീരൻ സ്ഥാനമൊഴിയണമെന്ന് കെ ബാബു. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയത് എന്നും കെ ബാബു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി എം.ആർ. സജേഷ്, സുധീരനെതിരെ രൂക്ഷമായ വിമർശനമാണോ ഉയരുന്നത്? നേരത്തെ ഹസൻ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു. നേതൃസ്ഥാനം ഒഴിയണം എന്ന പൊതുവികാരം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? അരുൺ, ഹസൻ ഇന്നലെ ഉയർത്തിയ വിമർശനത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്നും എ ഗ്രൂപ്പ് നേതാക്കൾ ഈ യോഗത്തിൽ സംസാരിക്കുന്നത്. ഇന്ന് സംസാരിച്ച കെ ബാബുവും ശിവദാസൻ നായരും സുധീരൻ നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്ന സൂചന നൽകി തന്നെയാണ് സംസാരിച്ചത്. ആദ്യം സംസാരിച്ച കെ ബാബു ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ല, പരാജയത്തിന്റെ ഉത്തരവാദിത്തം ധാർമ്മികമായി ഉമ്മൻചാണ്ടി ഏറ്റെടുത്തു, ആ രീതിയിൽ തന്നെ പാർട്ടി നേതൃത്വത്തിനും ബാധ്യതയുണ്ട് എന്ന് കെ ബാബു പറഞ്ഞു. തുടർന്ന് സംസാരിച്ച ശിവദാസൻ നായരും സംഘടനാ തെരഞ്ഞെടുപ്പ് അടിയന്തരമായി നടത്തണം, ബാർ വിഷയത്തിൽ തുടങ്ങിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്, സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റ് വഴികളും പാർട്ടിക്ക് മുന്നിൽ ഇല്ല എന്ന് ശിവദാസൻ നായരും പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം കെ ബാബു മദ്യനയം തെറ്റാണെന്ന് കെപിസിസി യോഗത്തിൽ തന്നെ തുറന്നു പറഞ്ഞു. മദ്യനയം തെറ്റാണെന്നും പ്രായോഗികമല്ലെന്നും അറിഞ്ഞുകൊണ്ട് നടപ്പാക്കുകയായിരുന്നു. മദ്യലോബിയുടെ മുമ്പിൽ മദ്യലോബിയുടെ ആളെന്ന് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മദ്യനയം നടത്തിയെടുക്കുകയായിരുന്നു. അക്കാര്യത്തിൽ വന്നിട്ടുള്ള തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ബാബു ഇന്ന് കെപിസിസി എക്സിക്യൂട്ടീവിൽ സംസാരിച്ചത്. ഈ രണ്ടുപേർക്ക് പുറമെ എ ഗ്രൂപ്പിൽ നിന്ന് മറ്റാരും ഇന്ന് സംസാരിച്ചിട്ടില്ല. എന്നാൽ എ ഗ്രൂപ്പിലെ പൊതുവികാരം വളരെ കൃത്യമായും പ്രകടമാണ്. അത് സുധീരന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള കാര്യമാണ്. നേതാക്കളുടെ മറുപടി പ്രസംഗം ഇനിയും തുടങ്ങിയിട്ടില്ല. സുധീരനും മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കും. എ കെ ആന്റണി, സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരാണ് മറുപടി പ്രസംഗം നടത്തുക. സുധീരന്റെ മറുപടി പ്രസംഗം നിർണായകമാണ്. അരുൺ. എം.ആർ. സജേഷ് വിവരങ്ങൾ നൽകിയത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് വേണ്ടി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. സ്വകാര്യ പങ്കാളിത്തത്തോടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിൽ തെറ്റില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഐസക്കിന്റെയും ശൈലജ ടീച്ചറുടെയും പ്രസ്താവന കാര്യങ്ങൾ പഠിക്കാതെയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ പറ്റിയുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണോ നടപടിയെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് യാതൊരു സംശയവുമില്ല, അതൊരു നല്ല ഇൻറ്റൻഷനോടെ എടുത്തിട്ടുള്ള കാര്യമല്ല കഴിഞ്ഞ സർക്കാർ. മെഡിക്കൽ കോളേജിൻ്റെ പേര് പറഞ്ഞതെല്ലാം ഒന്ന് നികത്തി കിട്ടിയാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും വലിയ കോർപ്പറേറ്റുകൾക്കും എന്തോ ബിസിനസ് താല്പര്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം എന്തായാലും നടക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ജനറൽ ഹോസ്പിറ്റലുകളെയും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണമെന്നാണ് ആഗ്രഹം. ഒരുമിച്ചല്ല, ഘട്ടം ഘട്ടമായിട്ട് അത് ചെയ്യും. വികസനത്തിന് വേണ്ടി പരിസ്ഥിതിയെയും പരിസ്ഥിതിക്ക് വേണ്ടി വികസനത്തെയും മുരടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഖനനം പൊതുമേഖലയിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത കെ മുരളീധരൻ MLA പറഞ്ഞു. തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പരിസ്ഥിതി നയം വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പരിസ്ഥിതിക്ക് വേണ്ടി വികസനം തടയുന്ന നില ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു സന്തുലിത സമീപനമാണ് നാം നിലനിർത്തേണ്ടത്. എങ്കിലേ പുതിയ കാലത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാനാവും. പൊതു ഉടമസ്ഥതയിൽ മാത്രമേ ഖനനം അനുവദിക്കുകയുള്ളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖനനം പൊതു ഉടമസ്ഥതയിലാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് LDF ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. വന്യജീവികളുടെ സംരക്ഷണത്തിനൊപ്പം അവരിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നും പിണറായി പറഞ്ഞു. അന്ധവും തീവ്രവും അശാസ്ത്രീയവുമായ പരിസ്ഥിതി മൗലികവാദ നിലപാടുകൾ നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി വിഷയങ്ങളിൽ നിയമം കർശനമാക്കണമെന്നും പിണറായി വിജയൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ചടങ്ങിൽ കെ മുരളീധരൻ MLA രംഗത്തെത്തി. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ആവശ്യത്തിന് പകുതി മാത്രം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ വില കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പരിസ്ഥിതി സംരക്ഷണമെന്നാൽ വികസനം തടയലല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാങ്ങോട് മാർക്കറ്റിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതുവഴി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ CPIM ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും വർഗബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPIMന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെന്റ് രൂപം നൽകാൻ പോകുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകളും നട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മന്ത്രിമാർ, MLAമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വരെ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നടും. വൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിലെ AKG പാർക്കിൽ വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എൻട്രി വിത്ത് ലവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. I pledge to protect. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഭൂമിയുടെ നന്മയ്ക്കായി പ്രതിജ്ഞാവാചകം കുരുന്നുകൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയായി. പേപ്പറിൽ തീർത്ത പേനയിൽ നിന്നും കുട്ടികളെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനായും നന്മയുടെ നാളേക്കായും കൈപിടിച്ചുയർത്തുന്ന എൻട്രി പദ്ധതിയും വിത്ത് ലവ് എന്ന പേരിൽ മരങ്ങൾ നട്ടുവളർത്താനുള്ള പദ്ധതിക്കും മഹാനടൻ മമ്മൂട്ടി കുരുന്നുകളെ സാക്ഷിയാക്കി തുടക്കം കുറിച്ചു. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇക്കൊല്ലം വീണ്ടും മരം നടുന്നത്. കഴിഞ്ഞ കൊല്ലം നട്ട മരം അന്നത്തോട് പോയി. ഇക്കൊല്ലം അതേ സ്ഥലത്ത് വീണ്ടും അടുത്ത കൊല്ലവും അതേ സ്ഥലത്ത് മരം നടുന്ന അവസ്ഥയുണ്ടാവുക. ഒരു സ്ഥലത്ത് ഒരു മരമേ നടാവൂ. ആ മരത്തിനെ സംരക്ഷിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെടുന്ന പേപ്പർ പേനയുടെ അറ്റത്ത് പൊതിഞ്ഞുവെക്കുന്ന അഗസ്ത്യമര വിത്ത് ഭൂമിയിൽ വളർന്ന് വരും തലമുറയ്ക്ക് ഭൂമിയുടെ പച്ചപ്പ് കാണിച്ചു നൽകും എന്നതാണ് വിത്ത് ലവിലൂടെ സംഘാടക ലക്ഷ്മി എൻ മേനോൻ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാന സംരംഭവുമായി EMS അക്കാദമി 2.5 ഏക്കർ സ്ഥലത്ത് 1000-ഓളം സസ്യ ഔഷധ വൃക്ഷത്തൈകളാണ് നട്ടുവളർത്തുക. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചത്. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരുവനന്തപുരം EMS അക്കാദമി നഷ്ടപ്പെട്ട പ്രകൃതി സമ്പത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിനാണ് ഇവിടെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായിരിക്കുന്നത്. EMS അക്കാദമിയിലെ 2.5 ഏക്കർ സ്ഥലത്താണ് ഉദ്യാനം തയ്യാറാകുന്നത്. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിന് തുടക്കം കുറിച്ചു. 1000-ൽ പരം സസ്യ ഔഷധ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുക. തിരുവനന്തപുരത്തെ ജൈവ വൈവിധ്യ പാർക്കായി ഇത് വികസിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ 1000-ൽ പരം വിവിധ തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നൊരു പദ്ധതിയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ജൈവ വൈവിധ്യ പാർക്ക് എന്നുള്ള നിലയിൽ ഇത് ഭാവിയിൽ വികസിക്കും. അത്യപൂർവയിനം വൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് കുട്ടികൾക്കായി നക്ഷത്രവനവും ഇവിടെ തയ്യാറാകും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ സംരക്ഷണമായി ഇതിന് സമീപത്തെ കുളവും മാറും. കുളത്തിൽ മത്സ്യകൃഷിയും ഉടൻ ആരംഭിക്കും. ഇത്തരം സംരംഭങ്ങളിലൂടെ അരുവികൾ, കുളം, കാവുകൾ എന്നിവ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണത്തിനാണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലബാർ ഡെവലപ്പേഴ്സും ജൈവ കാർഷിക സംരംഭമായ ഗ്രീൻ തമ്പും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. മലബാർ ഡെവലപ്പേഴ്സിന്റെ പാർപ്പിട സമുച്ചയമായ സിൽവർ ലിൻഡനിൽ വൃക്ഷത്തൈ നട്ട് മുൻ മന്ത്രി MK മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, O അഷർ, സിയാദ് EA, ഷെറീന അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ജൈവ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു.
സർക്കാരിൻ്റേത് നല്ല തുടക്കമാണെന്ന് എം പി വീരേന്ദ്രകുമാർ. അതിരപ്പള്ളിയിലും മുല്ലപ്പെരിയാറിലും എക്കാലത്തും ഒരേ നിലപാട് ഉണ്ടാകണമെന്നില്ലെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങുന്ന അന്ന് തന്നെ വിലയിരുത്തലൊക്കെ പൂർത്തിയാവും. നല്ല തുടക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അസംബ്ലി ഡിസ്കഷൻ വന്നിട്ടില്ല. ഇനി അതിരപ്പള്ളിയാണ് അല്ലെങ്കിൽ ഏതാണ് മറ്റേ മുല്ലപ്പെരിയാർ പ്രിപ്പയർ ഫോർ ഡിസ്കഷൻ. രാഷ്ട്രീയത്തിൽ ഇന്നും പഴയ നിലപാടല്ല, നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ് മുഖപത്രത്തിൽ ജനറൽ സെക്രട്ടറി KPA മജീദാണ് ലേഖനം എഴുതിയത്. സമുദായത്തെ സംഘപരിവാർ പാളയത്തിലെത്തിക്കുന്ന നികൃഷ്ട നീക്കമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ താമരസുന്നികൾ ചെയ്യുന്നതെന്നും ലീഗ് നിലപാട് വ്യക്തമാക്കുന്നു. സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതൻ എന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇന്ന് വിശേഷിപ്പിച്ചത്. ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്രയേറെ തരം താഴുന്നത് ആദ്യമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നത്. ലീഗ് മുഖപത്രത്തിലെ ലേഖനത്തിൽ കാന്തപുരത്തിനെതിരെ കഠിന വിമർശനങ്ങളാണ് ഉടനീളം ഉയർത്തുന്നത്. വ്യക്തിപരമായ വലിയ നേട്ടങ്ങൾക്കും സംഘടനാപരമായ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിക്ക് കാന്തപുരം വോട്ടുമറിച്ചു എന്ന് KPA മജീദ് ഇന്ന് എഴുതുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ: ഓരോ തെരഞ്ഞെടുപ്പിലും ആർക്കാണ് തങ്ങളുടെ വോട്ടെന്ന് പറയാതെ കാന്തപുരം ജയിച്ചവനെ പിന്തുണച്ച് പിന്നീട് പറയും. ലീഗിനോട് പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വിഭാഗീയത സൃഷ്ടിച്ച് ഒരു കൂട്ടം ആൾക്കാരെ സംഘപരിവാർ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാന്തപുരത്തിന്റെ നികൃഷ്ട നീക്കങ്ങൾ എന്നും KPA മജീദ് ലേഖനത്തിൽ വിമർശിക്കുന്നു. കാന്തപുരവും താമരസുന്നികളും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നന്നാകും എന്ന വാക്കോടുകൂടിയാണ് ലേഖനം KPA മജീദ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണുണ്ടായത് എന്ന ഖുർആന്റെ വചനം കൂടി ലേഖനത്തിന് മുകളിൽ ചന്ദ്രിക നിരത്തുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. ജിഷ വധക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിലെ കൊലപാതകം നടന്ന വീട് സന്ദർശിച്ചു. ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട DGP കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്വേഷണം മാജിക് അല്ലെന്ന് പറഞ്ഞ DGP പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കി. പെരുമ്പാവൂരിന് ശേഷം ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. രാവിലെ 8 മണിയോടെയാണ് DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ ജിഷയുടെ കൊലപാതകം നടന്ന വീട്ടിലെത്തിയത്. വീടിനകത്തും പരിസര പ്രദേശങ്ങളിലും DGP വിശദ പരിശോധന നടത്തി. അന്വേഷണം മാജിക് അല്ലെന്ന് DGP പറഞ്ഞു. ചില കേസ് 24 മണിക്കൂറിനുള്ളിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ മറ്റു ചിലത് 1 വർഷമെടുത്തേക്കും. പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് ഡിറ്റക്ട് ആയ ശേഷം മാത്രം അതുകൊണ്ട് എന്താ ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് അങ്ങ് പറയാം. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഒരു ഫോക്കസ്ഡ് രീതിയിൽ ഞങ്ങൾ നോക്കാം. സോ അതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ വന്നു. സി മാഡം, വൺ തിങ് ഇസ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് മാജിക്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു സാങ്കേതിക ഒരു സയൻറ്റിഫിക് രീതിയിൽ കൊണ്ടുപോകണം. സോ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു കേസിന് നമ്മുടെ 24 hours ഡിറ്റക്ട് ചെയ്യാം, ഒരു കേസിന് 1 വർഷം പോലെ പിടിക്കും. പക്ഷേ ഞങ്ങൾ പിന്നെ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാം. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി DGP ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് DGP കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പിന്നീട് ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. കേസിന് മേൽനോട്ടം വഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയാണ് DGP ലോക്നാഥ് ബെഹ്റ കൊച്ചിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രനെ സന്ദർശിച്ചു. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ വസതിയിലെത്തിയാണ് മുഖ്യമന്ത്രി പുതുശ്ശേരിയെ കണ്ടത്. LDF സർക്കാരിന് മികച്ച ഭരണം കാഴ്ചവെക്കാനാകുമെന്നും അതിനായി കഠിന പ്രയത്നം നടത്തണമെന്നും പുതുശ്ശേരി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. പുതുശ്ശേരിയുടെ ആരോഗ്യ വിവരങ്ങൾ മുഖ്യമന്ത്രി ബന്ധുക്കളോട് ചോദിച്ചറിഞ്ഞു. പുതുശ്ശേരി എഴുതിയ 4 പുസ്തകങ്ങൾ അദ്ദേഹം തന്നെ പിണറായിക്ക് സമ്മാനിച്ചു. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വികസന പദ്ധതികളാണ് കുന്നമംഗലം MLA PTA റഹീം
റഹീമിന്റെ ആദ്യ ലക്ഷ്യം. ഭരണാനുമതി നേടിയെടുത്ത പല പദ്ധതികളും തുടർന്നുള്ള വർഷങ്ങളിൽ പൂർത്തീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് MLA. പോയ 5 വർഷം പ്രതിപക്ഷ MLA എന്ന നിലയിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ആസ്തി വികസന ഫണ്ടിൽ മുഴുവനും ഭരണാനുമതി നേടിയെടുക്കാൻ PT റഹീം MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ വികസനം കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് പോയ വർഷങ്ങളിൽ വിഭാവനം ചെയ്തത്. ഇത്തവണ ഭരണപക്ഷ MLA എന്ന നിലയിൽ ബജറ്റിന്റെ ആനുകൂല്യം കൂടി മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്താനാകുമെന്ന കണക്കുകൂട്ടലാണ് കുന്നമംഗലം MLA PT റഹീം. ഇനി ഭരണപക്ഷത്താകുമ്പോൾ ബഡ്ജറ്റിന്റെ ഒരു സപ്പോർട്ട് കൂടി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് അംഗീകാരം തരാതെ പോയ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, രാഗാസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രൊജക്റ്റ്. സർക്കാരിന് അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. അനുമതി കിട്ടാതെയാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. രാഗാസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഉള്ളത്. ഒരു കാലത്ത് കേരളത്തിന്റെ തന്നെ വ്യവസായ ആസ്ഥാനമായ മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നിയമനിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് MLAയുടെ വികസന കാഴ്ചപ്പാടുകളിൽ മറ്റൊന്ന്. കൂടെ മണ്ഡലത്തിന്റെ സമഗ്ര വികസനവും. ഇത്തവണ ഭരണപക്ഷ MLA എന്ന നിലയിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് PT റഹീം MLA വിഭാവനം ചെയ്യുന്നത്. ഇതിനായി ബജറ്റിന്റെ ആനുകൂല്യവും MLA പ്രതീക്ഷിക്കുന്നുണ്ട്. കുന്നമംഗലം മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടകുളത്തിനൊപ്പം വിനിഷ വൃന്ദാവൻ.